നമസ്കാരം. പ്രധാന വാർത്തകൾ. രാജ്യത്തെ പരമോന്നത നിയമനീതി സംവിധാനങ്ങൾ വരെ കാവ്യവൽക്കരിക്കപ്പെടുകയാണെന്ന CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ കാവ്യവൽക്കരണത്തിന്റെ ഇരകൾ. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ശ്രമം ആസൂത്രിതമെന്നും ഇത് CPMന് നേരെയുള്ള ആക്രമണത്തിന്റെ ഭാഗമാണെന്നും AK ബാലൻ. CPM പാലക്കാട് ഏരിയ സമ്മേളനം തുടങ്ങി. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങൾ തൊഴിൽ സാധ്യതയ്ക്ക് പ്രാധാന്യം നൽകിയെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സർക്കാർ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായകരമാകുന്ന വിദ്യാഭ്യാസ രീതി. വിളയൂർ എടപ്പലം AMLP സ്കൂളിലെ 1 കോടി രൂപയുടെ പുതിയ കെട്ടിടം മന്ത്രി നാടിന് സമർപ്പിച്ചു. സാമൂഹ്യ വളർച്ചയുടെ മാനദണ്ഡം നിശ്ചയിക്കപ്പെടേണ്ടത് വിദ്യാഭ്യാസത്തിന്റെയും സംസ്കാരത്തിന്റെയും വ്യാപനത്തെ അടിസ്ഥാനമാക്കിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. പുതിയ കെട്ടിടങ്ങൾ ഉണ്ടായാൽ മാത്രം പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടില്ല. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പരിഹരിക്കപ്പെടേണ്ട നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. കേരള പ്രൈവറ്റ് സ്കൂൾ ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘമായി. നടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ മുകേഷ് MLAക്കെതിരെ വടക്കാഞ്ചേരി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കുറ്റപത്രം സമർപ്പിച്ചത് വടക്കാഞ്ചേരി കോടതിയിൽ. MLA കുറ്റക്കാരനെന്ന് കണ്ടെത്തൽ. തൃശൂർ പൂരം കലക്കൽ കേസുമായി ബന്ധപ്പെട്ട ADGPയുടെ റിപ്പോർട്ടിനെതിരെ തിരുവമ്പാടി ദേവസ്വം. റിപ്പോർട്ടിൽ സ്വന്തം വീഴ്ച മറയ്ക്കാൻ ശ്രമം. അജിത് കുമാറിന്റെ റിപ്പോർട്ട് കേരള പോലീസിന് നാണക്കേട്. കേസ് CBIക്ക് വിടണമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചിട്ടും ലഭിക്കാതിരുന്ന റിപ്പോർട്ട് ത്രിതല അന്വേഷണം നടക്കുന്നതിനിടെ പുറത്തുവന്നതിൽ ദുരൂഹതയെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ. റിപ്പോർട്ട് പുറത്തുവിട്ടത് ചിലരെ സംരക്ഷിക്കാനെന്ന് സംശയിക്കുന്നതായും സുനിൽകുമാർ. വടക്കാഞ്ചേരിയിൽ അമിത വേഗതയിലെത്തുന്ന സ്വകാര്യ ബസ്സുകൾ കാൽനടയാത്രക്കാരെ ഇടിച്ചു തെറിപ്പിക്കുന്നത് നിത്യസംഭവമാകുന്നു. ഓട്ടുപാറ സ്റ്റാൻഡിന് സമീപം സ്വകാര്യ ബസ് ഇടിച്ച് വയോധികൻ മരിച്ചു. ഇതേ ഭാഗത്ത് സ്വകാര്യ ബസ്സുകൾ അപകടം സൃഷ്ടിക്കുന്നത് ഏതാനും ദിവസത്തിനിടെ ഇത് 3ാം തവണ. ചിറ്റൂർ തത്തമംഗലത്ത് വിദ്യാലയത്തിൽ ഒരുക്കിയ പുൽക്കൂട് തകർത്ത നിലയിൽ. സ്കൂൾ അധികൃതരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മലമ്പുഴയിൽ വിനോദസഞ്ചാരത്തിന് തിരിച്ചടിയായി പാതയിലെ കലുങ്ക് നിർമ്മാണം. ക്രിസ്തുമസ് പുതുവത്സര അവധി ആരംഭിച്ചതോടെ പാലക്കാട് മലമ്പുഴ റൂട്ടിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. ജനുവരിയിൽ ആരംഭിക്കുന്ന പുഷ്പമേളയ്ക്കും റോഡിന്റെ പരിതാപാവസ്ഥ തിരിച്ചടിയാകും. റോഡ് നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കാൻ അധികാരികൾ ഇടപെടണമെന്ന് മലമ്പുഴ സ്റ്റേഷൻ അധികൃതർ. കരുതലും കൈത്താങ്ങും ഒറ്റപ്പാലം താലൂക്ക് പരാതി പരിഹാര അദാലത്ത് ലക്കിടിയിൽ. അദാലത്ത് നടത്തിയത് മന്ത്രിമാരായ MB രാജേഷ്, K കൃഷ്ണൻകുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ. നിരവധി പരാതികൾ അദാലത്തിൽ തീർപ്പാക്കി. വാർത്തകൾ വിശദമായി. രാജ്യത്തെ പരമോന്നത നീതി നിയമ സംവിധാനങ്ങൾ വരെ കാവ്യവൽക്കരിക്കപ്പെടുകയാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. CPM പാലക്കാട് ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു AK ബാലൻ. ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ കാവ്യവൽക്കരണത്തിന്റെ ഇരകളാണെന്നും AK ബാലൻ ചൂണ്ടിക്കാട്ടി. വിവിധ കോണുകളിൽ നിന്ന് CPM ആക്രമിക്കപ്പെടുന്ന സാഹചര്യമാണിപ്പോഴുള്ളതെന്ന് AK ബാലൻ ചൂണ്ടിക്കാട്ടി. പാർട്ടി അംഗങ്ങളും കുടുംബങ്ങളും അണികളും ജാഗ്രത പാലിക്കണം. CPM സമ്മേളനങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ വിമർശനം. ചർച്ചയും തെറ്റുതിരുത്തലും സമ്മേളനവും ഭാരവാഹി തെരഞ്ഞെടുപ്പും പാർട്ടി പരിപാടിയാണ്. കോൺഗ്രസ് നോമിനേറ്റഡ് പാർട്ടിയാണെന്നും AK ബാലൻ പറഞ്ഞു. അതായത് ജനാധിപത്യ പാർട്ടികൾ എന്ന് പറയുന്ന മറ്റു പാർട്ടികളിൽ ഇത് കാണാൻ സാധിക്കില്ല. അതാണ് നമ്മുടെ പാർട്ടിയുടെ ഒരു പ്രത്യേകത. ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ് എപ്പോഴും പത്രദൃശ്യ മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടി അവരെ അഭിസംബോധന ചെയ്യുന്നത് ജനാധിപത്യ പാർട്ടികളെന്നാണ്. എന്നാൽ ആ പാർട്ടിക്കുള്ളിലുള്ള ജനാധിപത്യത്തിൻ്റെ രൂപം എന്താണ് എന്ന് ചോദിച്ചാൽ അക്ഷരാർത്ഥത്തിൽ രാജ്യത്തെ പരമോന്നത നീതി നിയമ സംവിധാനങ്ങൾ ഇന്ന് കാവ്യവൽക്കരിക്കപ്പെടുകയാണ്. ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ ഇതിൻ്റെ ഇരകളാകുന്നു. മണിപ്പൂരിലെ വംശീയ കലാപം അവസാനിപ്പിക്കാനല്ല, ആളിക്കത്തിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇതേ നിലപാടാണ് വഖഫ് വിഷയത്തിലും സ്വീകരിക്കുന്നത്. വികസന കാര്യത്തിൽ ഇതുവരെയുണ്ടാകാത്ത നേട്ടമാണ് കേരളത്തിലുണ്ടായതെന്നും മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ശ്രമം തീർത്തും ആസൂത്രിതമാണെന്നും AK ബാലൻ പറഞ്ഞു. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു, ഏരിയ സെക്രട്ടറി കൃഷ്ണൻകുട്ടി എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ CK രാജേന്ദ്രൻ, ഗിരിജ സുരേന്ദ്രൻ, NN കൃഷ്ണദാസ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ A പ്രഭാകരൻ MLA, വിജയൻ, KK ദിവാകരൻ, TK നൌഷാദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
തൊഴിൽ സാധ്യതയ്ക്ക് പ്രാധാന്യം നൽകിയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം ചിട്ടപ്പെടുത്തുന്നതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. വിളയൂർ എടപ്പലം AMLP സ്കൂളിനായി നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസം കൊണ്ട് എങ്ങനെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയുമെന്നതാണ് സർക്കാർ പരിഗണിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് മുന്തിയ പരിഗണനയാണ് സർക്കാർ നൽകുന്നതെന്ന് ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. വലിയ മാറ്റങ്ങളാണ് ഈ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തൊഴിൽ സാധ്യതയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് പ്രധാനമായും പരിഗണിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. അതായത് സ്കൂളുകളും കോളേജുകളും സർവകലാശാലകളും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന അറിവുകളെ മനുഷ്യ ജീവിതത്തെ ഗുണാത്മകമായ നിലയിൽ മാറ്റിയെടുക്കുന്നതിന്, മനുഷ്യരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ആലോചിക്കുന്നത്. ആ പ്രവർത്തനത്തിൽ മുന്നിൽ നിൽക്കേണ്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് പ്രാധാന്യം നൽകുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന കാര്യത്തിലും അക്കാദമികമായ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തും ലോകത്തും നിലവിലുള്ള ഗുണപരിശോധനാ സംവിധാനങ്ങളാകെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, സർവകലാശാലകളെ, കലാലയങ്ങളെ ഒക്കെ തന്നെ വലിയ രീതിയിൽ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണിത്. വിളയൂർ എടപ്പലം VPA SM AMLP സ്കൂളിനാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 1 കോടി രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം പണിതത്. സ്കൂളിൻ്റെ 98ാം വാർഷികാഘോഷവും ഇതോടൊപ്പം നടത്തി. വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ അധ്യക്ഷയായി. മുൻ MLA CP മുഹമ്മദ് ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, സുബൈദ ഇസഹാക്ക്, പ്രധാനാധ്യാപിക C വാഹിദ, മാനേജർ VP കുഞ്ഞുമൊയ്തീൻ, A ഷാബിറ, KP നൌഫൽ, KS സരിത, സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സാമൂഹ്യ വളർച്ചയുടെ മാനദണ്ഡം നിശ്ചയിക്കപ്പെടേണ്ടത് വിദ്യാഭ്യാസത്തിന്റെയും സംസ്കാരത്തിന്റെയും വ്യാപനത്തെ അടിസ്ഥാനമാക്കിയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. കെട്ടിടങ്ങൾ ഉണ്ടായാൽ മാത്രം പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടില്ലെന്നും MLA പറഞ്ഞു. കേരള പ്രൈവറ്റ് സ്കൂൾ ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സ്വാഗത സംഘം രൂപീകരണ യോഗം പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. കേരളത്തിന്റെ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് വിവിധ തലങ്ങളിൽ ശക്തമായ ചർച്ചകൾ തുടരുകയാണ്. എഴുത്തിനെയും വായനയെയും അകറ്റുന്ന വിദ്യാഭ്യാസ നയത്തോട് ഭൂരിപക്ഷത്തിനും യോജിപ്പില്ല. ദേശീയ തലത്തിലെ മത്സര പരീക്ഷകളിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ പിന്നോക്കം പോകുന്നത് ആശങ്കയോടെ കാണേണ്ട കാര്യമാണ്. വിദ്യാലയത്തിലെ ഭക്ഷണത്തിനുള്ള തുക തികയുന്നില്ല എന്നതു മുതൽ പാചകത്തൊഴിലാളികളുടെ വേതനമില്ലായ്മ, യൂണിഫോം സ്കോളർഷിപ്പുകൾ, അധ്യാപകരുടെ വേതനം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇവയ്ക്കെല്ലാം പരിഹാരമുണ്ടാകണമെന്നും MLA പറഞ്ഞു. കേരള പ്രൈവറ്റ് സ്കൂൾ ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് P കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, കൗൺസിലർമാരായ E കൃഷ്ണദാസ്, KK ഗംഗാധരൻ, പ്രഭാമോഹനൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി G സുനിൽകുമാർ, ജില്ലാ പ്രസിഡന്റ് MB ജ്യോതി, അനിൽകുമാർ, MV മണികണ്ഠൻ, KA ബെന്നി, അരുൾ ചെൽവി, ജയമോൾ മാത്യു, മഞ്ജുള രമേശ്, P സിദ്ദിഖ്, ബബിത, റജിമോൻ, പവിത്രൻ, പ്രമോദ്, വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ മുകേഷ് MLAക്കെതിരെ വടക്കാഞ്ചേരി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. വടക്കാഞ്ചേരി കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. MLA കുറ്റക്കാരനെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. നടിയെ ലൈംഗികമായി ആക്രമിച്ചെന്ന കേസിലാണ് MLA മുകേഷിനെതിരെ വടക്കാഞ്ചേരി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. MLA കുറ്റക്കാരനാണെന്നുള്ള കണ്ടെത്തലാണ് കുറ്റപത്രത്തിലുള്ളത്. വടക്കാഞ്ചേരി കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 2011 വടക്കാഞ്ചേരി വാഴാലിക്കാവിൽ നടന്ന സിനിമാ ചിത്രീകരണ സമയത്ത് ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് മുകേഷ് അപമര്യാദയായി പെരുമാറിയെന്ന നടിയുടെ പരാതിയിലാണ് കേസ്. മുൻകൂർ ജാമ്യം മുകേഷിനുള്ളതിനാൽ FIR രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്ത ശേഷം മുകേഷിനെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഈ കേസിന്റെ തുടർ നടപടിയായാണ് പോലീസ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരിയിൽ സ്വകാര്യ ബസ്സിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ കാൽനട യാത്രികൻ മരിച്ചു. കുമരനെല്ലൂർ സ്വദേശി രാമനാണ് മരിച്ചത്. ഓട്ടുപാറ ബസ് സ്റ്റാൻഡിന് സമീപമായിരുന്നു അപകടം. പരിക്കേറ്റ വയോധികനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ രാവിലെയായിരുന്നു അപകടം.
വാഴക്കോട് ഭാഗത്തു നിന്ന് വടക്കാഞ്ചേരി ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന സ്വകാര്യ ബസ് അതേ ദിശയിൽ സഞ്ചരിച്ചിരുന്ന ടോറസ് ലോറിയെ മറികടക്കുന്നതിനിടയിലാണ് കാൽനടയാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വയോധികനെ ഓടിക്കൂടിയവർ ചേർന്ന് ആദ്യം ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമായതിനാൽ രാമനെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കഴിഞ്ഞ ദിവസവും ഇതേ സ്ഥലത്ത് ഇരുചക്രവാഹന യാത്രികനെയും 2 ആഴ്ച മുമ്പ് റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിച്ച സൂപ്പർമാർക്കറ്റ് ജീവനക്കാരനായ യുവാവിനെയും സ്വകാര്യ ബസ്സുകൾ ഇടിച്ചു തെറിപ്പിച്ചിരുന്നു. അമിത വേഗതയിൽ വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ സ്വകാര്യ ബസ്സും ബസ് ജീവനക്കാരനെയും വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് തത്തമംഗലം JBUP സ്കൂളിൽ ഒരുക്കിയ പുൽക്കൂട് തകർത്ത നിലയിൽ. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വിദ്യാലയത്തിൽ പുൽക്കൂട് ഒരുക്കിയത്. തിങ്കളാഴ്ച സ്കൂളിലെത്തിയ അധ്യാപകരാണ് പുൽക്കൂട് തകർത്ത നിലയിൽ കണ്ടെത്തിയത്. വിദ്യാലയത്തിലെ പുൽക്കൂട് തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സാമൂഹ്യ വിരുദ്ധരാണ് പുൽക്കൂട് തകർത്തതെന്ന് PTA അധ്യാപക പ്രതിനിധികൾ ആരോപിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച നല്ലേപ്പള്ളി സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം VHP ബജ്രംഗ് ദൾ പ്രവർത്തകർ തടയുകയും അധ്യാപകരെ അസഭ്യം പറയുകയും ചെയ്തിരുന്നു. പ്രധാന അധ്യാപകന്റെ പരാതിയിൽ VHP ബജ്രംഗ് പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. തത്തമംഗലം സ്കൂളിലും പുൽക്കൂട് തകർത്തതോടെ ഏതെങ്കിലും അജണ്ടയുടെ ഭാഗമാണോ ഇതെന്നും സംശയമുയർന്നിട്ടുണ്ട്. മതസൗഹാർദ്ദം തകർക്കാനുള്ള ശ്രമമാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കരുതലും കൈത്താങ്ങും ഒറ്റപ്പാലം താലൂക്ക് തല അദാലത്ത് പഴയലിക്കിടി യുണൈറ്റഡ് കൺവെൻഷൻ സെന്ററിൽ നടന്നു. മന്ത്രിമാരായ MP രാജേഷ്, K കൃഷ്ണൻകുട്ടി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അദാലത്ത്. MLA മാരായ K പ്രേംകുമാർ, P മമ്മിക്കുട്ടി, ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര, സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. നിരവധി പരാതികൾ അദാലത്തിൽ പരിഗണിച്ചു. തൃശൂർ പൂരം കലക്കിയത് തിരുവമ്പാടി ദേവസ്വമാണെന്ന ADGPയുടെ റിപ്പോർട്ടിനെതിരെ ദേവസ്വം ഭാരവാഹികൾ. ADGPയുടെ വീഴ്ച മറയ്ക്കാനാണ് റിപ്പോർട്ടിൽ ശ്രമമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ പറഞ്ഞു. പൂരം കലക്കൽ CBI അന്വേഷിക്കണമെന്നും ഗിരീഷ് കുമാർ ആവശ്യപ്പെട്ടു. പൂരം കലക്കിയതിന്റെ ഉത്തരവാദിത്വം തിരുവമ്പാടി ദേവസ്വത്തിനുമേൽ കെട്ടിവെക്കാനാണ് ആസൂത്രിത നീക്കം നടക്കുന്നതെന്നും ദേവസ്വത്തിൽ ആരും രാഷ്ട്രീയം കളിച്ചിട്ടില്ലെന്നും K ഗിരീഷ് കുമാർ പറഞ്ഞു. ADGPയുടെ വീഴ്ച മറയ്ക്കാനാണ് ശ്രമം. പൂരം കലക്കൽ സംബന്ധിച്ച് CBI അന്വേഷിക്കണമെന്നും ഗിരീഷ് കുമാർ ആവശ്യപ്പെട്ടു. ADGP അജിത് കുമാറിന്റെ റിപ്പോർട്ടിൽ മതിയായ തെളിവുകളില്ലാത്തതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചത്. ദേവസ്വങ്ങളുടെ മേൽ പഴിചാരുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിയായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാടെന്ന് K ഗിരീഷ് കുമാർ ചൂണ്ടിക്കാട്ടി. റിപ്പോർട്ടിലുള്ളത് അജിത് കുമാറിന്റെ നിരീക്ഷണങ്ങൾ മാത്രമാണ്. പ്രശ്നം നടക്കുമ്പോൾ ADGPയും 3500-ൽ പരം പോലീസുകാരും അവിടെ ഉണ്ടായിരുന്നു. തിരുവമ്പാടി ദേവസ്വത്തിലെ കുറച്ച് പേർ മാത്രം വിചാരിച്ചാൽ പൂരം കലക്കാനാകില്ല. മാസങ്ങൾക്ക് മുമ്പേ കൂടിയാലോചനകൾ നടത്തിയിട്ടും പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കേരള പോലീസിന്റെ ദയനീയ പരാജയമാണ്. ഈ സാഹചര്യത്തിൽ കേസന്വേഷണം CBIക്ക് വിടണമെന്നും തെറ്റ് ചെയ്തത് ആരാണെന്ന് CBI കണ്ടെത്തണമെന്നും ദേവസ്വം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. എന്ത് നിയമ നടപടികൾക്കും തിരുവമ്പാടി ദേവസ്വം തയ്യാറാണ്. അന്വേഷണം വ്യക്തികേന്ദ്രീകൃതമായി അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും K ഗിരീഷ് കുമാർ കുറ്റപ്പെടുത്തി. അതാണല്ലോ ത്രിതല തലത്തിലുള്ള ഈ അന്വേഷണം നടത്തിയത്. ഇപ്പൊ ത്രിതലത്തില് 2 വിഭാഗം നമ്മളെ അന്വേഷണം ഹിയറിംഗ് നടത്തി കഴിഞ്ഞു. ഈ മൂന്നാമത് ആരാണെന്ന് അറിയില്ല. അതിന്റെ റിപ്പോർട്ട് വരട്ടെ. ഇത് വെറുതെ എന്താ പറയാ പുകമുറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന ഒരു രീതിയാണ്. ഇത് കേരള പോലീസിന് തന്നെ തെറ്റാണ്. ഇനിയിപ്പോ എനിക്ക് പേടി, ഇനി ഇതിന്റെ പേരില് ഞങ്ങൾക്കെല്ലാവർക്കും പുതിയ തരത്തിലുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള കേസും കൂട്ടവും വരുമോ എന്നാണ്. അത് അങ്ങനെ ഈ വൈരാഗ്യം തീർക്കുന്ന ഒരു പ്രതീതിയിലേക്കാണ് പോകുന്നത്. പണ്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു കള്ളനെ കിട്ടിയാൽ അയാളെ മറ്റുള്ള എല്ലാ കള്ളത്തരങ്ങളും അയാളുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക്. അതുപോലെ തന്നെ ഈ തിരുവമ്പാടി ദേവസ്വത്തിന്റെ മുകളിലേക്ക് ഇനി മറ്റുള്ള തരത്തിലേക്കുള്ള എന്തെങ്കിലും കാര്യങ്ങളിലേക്കായിട്ട് ഇനി മുന്നോട്ട് പോകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പൂരം അലങ്കോലമാക്കിയത് സംബന്ധിച്ച ADGPയുടെ റിപ്പോർട്ട് ത്രിതല അന്വേഷണം നടക്കുന്നതിനിടെ പുറത്തുവന്നത് ദുരൂഹമെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചിട്ടും ലഭിക്കാതിരുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവന്നത് ചില ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ എന്ന് സംശയിക്കുന്നതായും സുനിൽകുമാർ പറഞ്ഞു. പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായി എന്ന് വ്യക്തമാണെന്ന് VS സുനിൽകുമാർ പറഞ്ഞു.
ADGPയുടെ റിപ്പോർട്ടിൽ തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട്. അത്തരം നിഗമനങ്ങളോട് പൂർണ്ണ വിയോജിപ്പാണുള്ളത്. അതേസമയം ദേവസ്വത്തിന്റെ ഭാഗമായ ചില ആളുകളുടെ പങ്ക് പരിശോധിക്കണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു. ത്രിതല അന്വേഷണം നടക്കുമ്പോൾ ADGPയുടെ റിപ്പോർട്ട് പുറത്തുവന്നത് ദുരൂഹമാണ്. ചിലരെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ടതെന്ന് സംശയമുണ്ട്. എന്തുകൊണ്ട് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ടു എന്നതും ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷിക്കണം. NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തിയവർ പൂരം ദിവസം ദേവസ്വത്തിലുണ്ടായിരുന്നു. പ്രത്യേക പാർട്ടിക്ക് മാത്രം സൗകര്യം ചെയ്ത ഉദ്യോഗസ്ഥർ ആരാണെന്നറിയണം. പോലീസിനുള്ളിലെ RSS BJP ബന്ധം അന്വേഷിക്കണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടായെന്ന് പറയുന്ന റിപ്പോർട്ടിൽ അത് നടത്തിയത് ആരെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഗൂഢാലോചന നടത്തിയത് ആരാണെന്ന് കണ്ടെത്തണം. പ്രത്യേക രാഷ്ട്രീയ പാർട്ടി എന്നൊന്നില്ല, ഏത് പാർട്ടി എന്ന് വ്യക്തമായി പറയണം. ഒരു ദേവസ്വത്തെ മാത്രം പ്രതിക്കൂട്ടിലാക്കുന്ന നിലപാട് ശരിയല്ലെന്നും സുനിൽകുമാർ തൃശ്ശൂരിൽ പറഞ്ഞു. സംസ്ഥാന ഗവൺമെൻറ് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അതിനെപ്പറ്റി അന്വേഷിക്കുന്നതിൻ്റെ രാഷ്ട്രീയ ഗൂഢാലോചന, ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ചകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ വശങ്ങളും അന്വേഷിക്കാൻ വേണ്ടി ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ 3 തലങ്ങളിലായിട്ടുള്ള അന്വേഷണം പ്രഖ്യാപിക്കുക, അത് നടന്നുകൊണ്ടിരിക്കുകയും അതിൻ്റെ റിപ്പോർട്ട് പുറത്തു വരാനിരിക്കുന്ന ഈ പ്രത്യേക ഘട്ടത്തിൽ മാത്രം വിവരാവകാശ പ്രകാരം പോലും കൊടുക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞ ADGPയുടെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നത് എങ്ങനെയാണെന്നുള്ളത് ദുരൂഹമായിട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ പുറത്തു വരാനിടയാക്കിയ സാഹചര്യം കൂടി ഈ ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. മറ്റൊരു കാര്യം, ഏതെങ്കിലും ഒരു ദേവസ്വത്തെ, പ്രത്യേകിച്ച് തിരുവമ്പാടി ദേവസ്വത്തെയും അല്ലെങ്കിൽ ദേശത്തെ ജനങ്ങളെയും ഈ പൂര അലങ്കോലപ്പെട്ടതിന് ഉത്തരവാദികളാക്കി ചിത്രീകരിക്കുന്ന ആ നിലപാടിനോടും എനിക്ക് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയുന്നില്ല. അതിൽ ഏതെങ്കിലും വ്യക്തികൾ, ഭാരവാഹികളൊക്കെ മറ്റോ അതിനകത്ത് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ പറയണം. അതുപോലെ തന്നെ ഇതിനകത്ത് ഉള്ള രാഷ്ട്രീയമായ ഗൂഢാലോചന നടന്നിട്ടെന്ന് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ക്രിസ്തുമസ് അവധി ആരംഭിച്ചതോടെ മലമ്പുഴ ഭാഗത്ത് ഗതാഗതക്കുരുക്ക് രൂക്ഷം. പാലക്കാട് മലമ്പുഴ റോഡിലെ കലുങ്ക് നിർമ്മാണമാണ് ഗതാഗതക്കുരുക്കിന് കാരണമെന്നും പ്രവൃത്തി എത്രയും വേഗം പൂർത്തിയാക്കാൻ അധികൃതർ ഇടപെടണമെന്നും മലമ്പുഴ സ്റ്റേഷൻ അധികൃതർ ആവശ്യപ്പെട്ടു. ക്രിസ്മസ് അവധിയായതോടെ സംസ്ഥാനത്തിന് അകത്തുനിന്നും പുറത്തുനിന്നുമായ ആയിരക്കണക്കിന് സഞ്ചാരികളാണ് മലമ്പുഴ ഉദ്യാനം, റോക്ക് ഗാർഡൻ, സ്നേക്ക് പാർക്ക് എന്നിവ സന്ദർശിക്കാൻ എത്തുന്നത്. സഞ്ചാരികളെത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നിലവിൽ അപര്യാപ്തമാണെന്നിരിക്കെ റോഡ് നിർമ്മാണം കൂടി ആയതോടെയാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമായത്. ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ പലവിധ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യേണ്ട പ്രദേശവാസികളും ബുദ്ധിമുട്ടിലാണ്. ജനുവരി 15 മുതൽ ഗാർഡനിൽ ഫ്ലവർ ഷോ കൂടി ആരംഭിക്കുന്നതോടെ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാനാകാത്ത സ്ഥിതിയാവും. പ്രശ്നപരിഹാരത്തിന് പാലക്കാട് മലമ്പുഴ റോഡിൽ 3 നടക്കുന്ന കലുങ്ക് നിർമ്മാണവും റോഡ് റിപ്പയറിംഗും പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരും മലമ്പുഴ സ്റ്റേഷൻ ഓഫീസറും ആവശ്യപ്പെടുന്നത്. ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായി ക്രിസ്മസ് സ്കൂളുകളെല്ലാം വെക്കേഷൻ ആരംഭിച്ചിരിക്കുന്നു. മലമ്പുഴയിൽ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് വലിയ ടൂറിസ്റ്റുകളുടെ തിരക്ക് അനുഭവപ്പെടും. അതിനോടൊപ്പം തന്നെ ജനുവരി 15 മുതൽ 22 വരെ മലമ്പുഴയിൽ ഗാർഡനിൽ ഫ്ലവർ ഷോ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ ഫ്ലവർ ഷോയിൽ വലിയ ജനത്തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗതാഗത കുരുക്കും വലിയ തോതിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിനൊരു ബുദ്ധിമുട്ട് എന്ന് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയപ്പോൾ നമ്മുടെ റോഡ് 3 ഭാഗത്ത് കലുങ്ക് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് റോഡ് മുറിച്ചിരിക്കുകയാണ്. ആ പണി പൂർത്തീകരിച്ചിട്ടില്ല. ആ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചില്ലെങ്കിൽ നമ്മൾക്ക് വലിയ ഗതാഗതക്കുരുക്ക് ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ പഞ്ചായത്തിൽ പലിശയ്ക്ക് പണം നൽകുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ അധികാരികൾ തയ്യാറാകണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം അൻവർ സാദിഖ് പറഞ്ഞു. ഇത്തരം സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ മുസ്ലിം ലീഗ് പ്രക്ഷോഭത്തിന് ഇറങ്ങുമെന്നും അൻവർ സാദിഖ് കൂട്ടിച്ചേർത്തു. കൂടുതലും സ്ത്രീകളാണ് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നത്. പുരുഷന്മാർ രാവിലെ നേരത്തെ ജോലിക്ക് പോകുമ്പോൾ വീട്ടിൽ സ്ത്രീകൾ മാത്രം ഉണ്ടാകുന്ന വീട്ടിലാണ് 5ഉം 6ഉം അടങ്ങുന്ന അവരുടെ സംഘം വന്ന് വീട്ടിലിരിക്കുകയും അവരെ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. മണ്ണൂർ പഞ്ചായത്തിൽ ഒരു പ്രദേശത്ത് മാത്രമല്ല, മണ്ണൂർ പഞ്ചായത്തിലുടനീളം ഇടത്തരക്കാരായവരുടെയും വളരെ പാവപ്പെട്ട ആളുകളുടെയും വീടുകളിലാണ് കൂടുതലും ഇത് കണ്ടുവരുന്നത്. അതുകൊണ്ട് അവർക്കിതിൽ നിന്നൊരു മോചനമുണ്ടാക്കാൻ എല്ലാ ആളുകളും ഇതിനെതിരെ പ്രതികരിക്കാനും ഇതിനെതിരെ ശക്തമായി നടപടിയെടുക്കാനും വേണ്ട നടപടികളുമായി മുന്നോട്ട് വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഷൊർണൂർ നഗരസഭ ഭിന്നശേഷി കലോത്സവം ഞായറാഴ്ച നടന്നു.
മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച കലോത്സവം ഭിന്നശേഷി പ്രതിഭ പ്രണവ് ആലത്തൂർ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ പ്രത്യുഷ കാനാത്ത് സ്വാഗതം പറഞ്ഞു. ഗായകൻ നിരഞ്ജൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വ്യാപാരി നേതാവ് ജൂബി, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K. കൃഷ്ണകുമാർ, P. ജിഷ, കൗൺസിലർമാരായ സൗമ്യ, ലത, രാജലക്ഷ്മി, ശോഭ, V. പ്രസീത എന്നിവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ദിൽഷ ക്ലാസ് എടുത്തു. NSS കോർഡിനേറ്റർ നീര ടീച്ചർ, കൌൺസിലർ C. സംഗീത തുടങ്ങിയവർ സംസാരിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന പരിപാടിയിൽ കുട്ടികളുടെ നൃത്തശില്പവും ഉണ്ടായിരുന്നു. നിറവ് 2024 എന്ന പേരിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സൊലസ് പാലക്കാടിന്റെ സ്നേഹസംഗമം പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൊലസ് പാലക്കാടിന്റെ സ്നേഹസംഗമം തിങ്കളാഴ്ച രാവിലെയാണ് പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അതിലുള്ള കുട്ടികളെയും അമ്മമാരെയും എല്ലാവരെയും ഒത്തുകൂടി അവരുടെ സന്തോഷം പ്രകടിപ്പിക്കാനുള്ള ഒരു സന്ദർഭമാണ്. നമ്മുടെ കുട്ടികളിലുള്ള കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാൻ ഏറ്റവും പറ്റിയൊരു സന്ദർഭം അല്ലേ? നമുക്കറിയാം, ഇവിടെ നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിൽ വിശദമായിട്ട് തന്നെ സംസാരിക്കേണ്ടായി. നമുക്ക് ഈ രോഗം എന്ന് പറയുന്നത് നമ്മളാരും ഉണ്ടാക്കുന്നതല്ല അല്ലേ? അതൊക്കെ നമുക്ക് ഒരു നിശ്ചയമാണ്, ദൈവനിശ്ചയമാണ് അതൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡിസബിലിറ്റി ആയിട്ടുള്ള കുട്ടികൾ അവർക്കൊക്കെ അതൊന്നും നമ്മളുണ്ടാക്കുന്നതുമല്ല. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്കൊരു എന്താ പറയുക, മുൻകാല കർമ്മം എന്നൊക്കെ പറയും പോലെ, മുൻജന്മ കർമ്മം എന്നൊക്കെ പറയും പോലെ നമുക്ക് വരുന്നതാണ്. ചടങ്ങിൽ സൊലസ് വൈസ് പ്രസിഡന്റ് ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ C. സംഗീത, EK ബാബു, അനു സുരേഷ്, ചന്ദ്രമോഹൻ, സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. അസുഖബാധിതരായ കുട്ടികൾക്കുള്ള സ്നേഹസമ്മാനങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പിയിൽ ലീഡർ K. കരുണാകരൻ അനുസ്മരണം നടന്നു. പട്ടാമ്പി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തിയത്. പട്ടാമ്പി കോൺഗ്രസ് ഭവനിൽ വച്ചാണ് K. കരുണാകരൻ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. ഛായാചിത്രത്തിനു മുന്നിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു ലീഡർ അനുസ്മരണ പ്രഭാഷണം നടത്തി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം,
എൻ്റെ ഓർമ്മ വെച്ച നാളിൽ അദ്ദേഹമായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അതിനുശേഷം 94 കേന്ദ്ര മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലേക്കായിരുന്നു എൻ്റെ ചെറുപ്പകാലഘട്ടത്തിലുണ്ടായിരുന്നു. നിങ്ങളെയൊക്കെ ഓരോ കാലഘട്ടത്തിൽ കരുണാകരൻ പല മേഖലയിൽ പ്രവർത്തിച്ചതിൻ്റെ അനുഭവം പരിജ്ഞാനമൊക്കെ ഉണ്ട്. തീർച്ചയായും ഈ പട്ടാമ്പിയിൽ നിന്ന് നിൽക്കുമ്പോൾ പോലും പട്ടാമ്പിക്കും കെ കരുണാകരനും ഒരുപാട് അടുപ്പമുണ്ട്. 1980 ഗംഗാധരൻ സാറ് ഇവിടെ മത്സരിക്കുമ്പോഴും 87 ലീലാ ദാമോദരൻ മത്സരിക്കുമ്പോഴൊക്കെ കരുണാകരൻ്റെ ഒരു നോമിനിയായിരുന്നു അവരൊക്കെ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ പട്ടാമ്പിയുമായി ഷൊർണൂർ ഉൾപ്പെടെയുള്ള പ്രദേശവുമായൊക്കെ ഇവിടെയുള്ള നേതാക്കന്മാരുമായിട്ടൊക്കെ നല്ല ആത്മബന്ധമുണ്ട്. തീർച്ചയായും കരുണാകരനെ പോലെയുള്ള ഒരു നേതാവിനെ ഒരിക്കലും കേരള രാഷ്ട്രീയത്തിൽ നമുക്ക് ആർക്കും കാണാൻ സാധിക്കില്ല. പട്ടാമ്പി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉമ്മർ കീഴൂർ അധ്യക്ഷത വഹിച്ചു. ഇ.ടി. ഉമ്മർ, സി. സംഗീത, കെ.ആർ. നാരായണസ്വാമി, കെ. ബഷീർ, ജിതേഷ് മോഴിക്കുന്നം, എ.കെ. അക്ബർ, പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാലക്കാട് ടൗൺ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനെ അനുസ്മരിച്ചു. പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും നടന്നു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രമേശ് പുത്തൂർ അധ്യക്ഷത വഹിച്ചു. UDF നിയോജകമണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട്, മുതിർന്ന പത്രപ്രവർത്തകൻ പട്ടത്താനം ശ്രീകണ്ഠൻ, ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ ഹരിദാസ് മച്ചിങ്ങൽ, KSSPA നിയോജകമണ്ഡലം പ്രസിഡന്റ് പ്രഫുൽകുമാർ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ സി. നിഖിൽ, നടരാജൻ കുന്നുംപുറം, മണ്ഡലം ഭാരവാഹികളായ ഹക്കീം പുത്തൂർ, ഷിബു പുത്തൂർ, എസ്. സഞ്ജയ്, എം. രാജകുമാരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ കരുണാകരൻ അനുസ്മരണവും മുൻ മണ്ഡലം പ്രസിഡന്റ് രാമകൃഷ്ണൻ നായർ അനുസ്മരണവും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കുകയും അതിന് സഹായിച്ച വേനമ്പള്ളി ഗോവിന്ദമേനോൻ അദ്ദേഹമാണ് ഈ ട്രേഡ് യൂണിയനിൽ അദ്ദേഹത്തിന് ഹരിശ്രീ വിളിച്ചു. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ DR കൃഷ്ണൻ വിളിച്ചു. ആ രണ്ടുപേരുടെയും സഹായത്തോടു കൂടി നമ്മുടെ ബഹുമാനപ്പെട്ട കെ കരുണാകരൻ തൃശ്ശൂരിൽ നേരിടും. തുടർന്ന് അദ്ദേഹം ഈ ട്രേഡ് യൂണിയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുകയും തൃശ്ശൂരിലും ഈ സംഘടനയെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അശ്വജിത് PK അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സക്കരിയ PA, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രമേഷ് PK, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് മീനാകുമാരി, മണ്ഡലം ട്രഷറർ സ്വാമിനാഥൻ, വൈസ് പ്രസിഡന്റ് VMS സിദ്ദിഖ്, പ്രദീപ് KC, അബു താഹിർ കോട്ടക്കുന്ന്, റഫീഖ് മേലെപ്പറമ്പിൽ, പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ഫഹദ് അത്തിക്കൽ, മണ്ഡലം സെക്രട്ടറി പ്രശാന്ത് P, KSSPA മണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് PC രവികുമാർ, മണ്ഡലം സെക്രട്ടറി അബ്ബാസ് മാസ്റ്റർ, യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി അഫ്സൽ മണ്ണൂർ, വിപിൻ വാസുദേവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അമ്പലപ്പാറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ലീഡർ കെ കരുണാകരൻ അനുസ്മരണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വാസു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. P. ദിവാകരൻ, PS. രാധാകൃഷ്ണൻ, സൂര്യനാരായണൻ, ഷാജി, അബ്ദുൽ ഖാദർ, നസീർ തുടങ്ങിയവർ പങ്കെടുത്തു. ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ കരുണാകരൻ അനുസ്മരണം നടത്തി. പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി കെ കൃഷ്ണകുമാർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ, OM ഗോപികൃഷ്ണൻ, PM മുരളീധരൻ, T. സീന, E. കൃഷ്ണൻകുട്ടി, അബൂബക്കർ, രവി അമ്മാത്ത്, ശശിധരൻ, അലി എന്നിവർ സംസാരിച്ചു. ഷൊർണൂരിൽ DYFI ഷൊർണൂർ മേഖല യുവധാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടന്നു. സാഹിത്യകാരനും ചലച്ചിത്ര സംവിധായകനുമായ PG ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. DYFI മേഖലാ പ്രസിഡന്റ് KU വിവേക് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MK ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. CPM ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് സലീഷ ശങ്കർ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് കമ്മിറ്റി അംഗം രാജേഷ് പോൾ, MP ശോഭ തുടങ്ങിയവർ പങ്കെടുത്തു. ഗോപിനാഥ്, ശ്രീജ എന്നിവർ വിധികർത്താക്കളായി. കൃഷ്ണ തുളസി കതിർത്തുമ്പു മോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താൻ പൂജക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. കോഴിപ്പാറ യൂണിറ്റ് കമ്മിറ്റിയാണ് ഓവറോൾ കിരീടം നേടിയത്. മേഖലാ ജോയിന്റ് സെക്രട്ടറി രാഹുൽ, സെക്രട്ടേറിയറ്റ് അംഗം മിഥുൻ, അഖില, ശ്രീജേഷ്, ശാന്തികൃഷ്ണൻ എന്നിവർ ഫെസ്റ്റിന് നേതൃത്വം നൽകി.
ന്യൂസ് സെന്റർ, ഷൊർണൂർ. ധന്യയുടെ ഓപ്പറേഷനു വേണ്ടി നാട്ടുകാർ കൈകോർത്തു. 8 ദിവസം കൊണ്ട് പിരിച്ചെടുത്തത് 3,23,980 രൂപ. പൈങ്കളം റോഡ് ആലംകുന്നിന് സമീപം താമസിക്കുന്ന തോണിയിൽ വീട്ടിൽ വിനോദിന്റെ ഭാര്യ ധന്യ ബൈക്ക് അപകടത്തിൽ ചികിത്സയിലാണ്. തുക UR പ്രദീപ് MLA ധന്യയുടെ കുടുംബത്തിന് കൈമാറി. 3 മാസങ്ങൾക്ക് മുൻപ് കടയിൽ നിന്നും ജോലി കഴിഞ്ഞ് ഭർത്താവിനൊപ്പം രാത്രി ബൈക്കിൽ വരുമ്പോൾ വീടിന് സമീപത്ത് വെച്ച് തെരുവുനായ ബൈക്കിന് കുറുകെ ചാടുകയായിരുന്നു. ബൈക്ക് മറിഞ്ഞ് തലയ്ക്കും ശരീരത്തിനും സാരമായ പരിക്കുകൾ പറ്റി. 7 ലക്ഷം രൂപ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സഹായത്തോടെ സംഘടിപ്പിക്കുകയും ആദ്യ ഓപ്പറേഷൻ നടത്തുകയും ചെയ്തു. എന്നാൽ രണ്ടാമത്തെ ഓപ്പറേഷൻ നടത്തുവാൻ പണം കണ്ടെത്താനാകാതെ വിഷമത്തിലായിരുന്നു കുടുംബം. ഈ സമയത്താണ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് അംഗം സുലൈമാൻ ചെയർമാനും MM മുഹമ്മദ് റിയാസ് കൺവീനറും രാമൻ കുളങ്കരപ്പറമ്പിൽ ട്രഷററുമായ ധന്യ ചികിത്സാ കൂട്ടായ്മ രൂപീകരിക്കുകയും ഈ കമ്മിറ്റിയുടെ കീഴിൽ രണ്ടാമത്തെ ഓപ്പറേഷനു വേണ്ടിയുള്ള തുക കണ്ടെത്തുകയുമായിരുന്നു. ചികിത്സയ്ക്ക് ആവശ്യമായ തുക ലഭിച്ചതിൽ ഏറെ സന്തോഷിക്കുകയാണ് വിനോദിന്റെ കുടുംബം. തുക കൈമാറ്റ ചടങ്ങിൽ കൂട്ടായ്മ ചെയർമാൻ സുലൈമാൻ അധ്യക്ഷത വഹിച്ചു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V തങ്കമ്മ എന്നിവർ അതിഥികളായി പങ്കെടുത്തു. ജോയിന്റ് കൺവീനർ KS അനുരൂപ്, ട്രഷറർ രാമൻ കുളങ്കരപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കമ്മിറ്റി കൺവീനർ MA മുഹമ്മദ് റിയാസ് സ്വാഗതവും ഉദയപ്രകാശ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ചേലക്കര മേഖലാ കമ്മിറ്റി നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷവും ആദരവും നടന്നു. KJU ജില്ലാ പ്രസിഡന്റ് അജീഷ് കർക്കടകത്ത് ഉദ്ഘാടനം ചെയ്തു. മേഖലയാണ് ചേലക്കര മേഖല. ഈ മേഖലയിലെ ഒരു ആഘോഷം, അല്ലെങ്കിൽ എല്ലാ വർഷവും നമ്മൾ ഇവിടെ ആഘോഷങ്ങൾ നടത്താറുണ്ട്, ഓണപ്പുറം നടത്താറുണ്ട്. അപ്പോൾ പത്രപ്രവർത്തകരെ, പ്രാദേശിക പത്രപ്രവർത്തകരെ, സഹജീവികളെ ചേർത്ത് പിടിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. ഒപ്പം നമ്മൾ ഈ കേരളത്തിലെ പ്രാദേശിക പത്രപ്രവർത്തകരുടെ സമരോജ്വലമായ സംഘടനയായ കേരള ജേർണലിസ്റ്റ് യൂണിയൻ്റെ ചേലക്കര ഘടകത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് വെറും ഓൺലൈനും അല്ലെങ്കിൽ നമ്മുടെ പേരിന് മാത്രം ഫേസ്ബുക്ക് വാർത്ത കൊടുക്കാതെ നമ്മൾ പത്രപ്രവർത്തകരായി നിന്നുകൊണ്ട് സമൂഹത്തിന് വേണ്ടി ഇടപെടുന്ന ഒരു കൂട്ടം വ്യക്തിത്വങ്ങളാണ്. ചടങ്ങിൽ വാദ്യകലാകാരനും സാഷ്ടാംഗം പുരസ്കാര ജേതാവുമായ തിരുവില്ലാമല ജയനെ ആദരിച്ചു. ചേലക്കര KJU മേഖലാ പ്രസിഡന്റ് OS സിബി അധ്യക്ഷത വഹിച്ചു. KJU മേഖലാ സെക്രട്ടറി സജി ജോസഫ്, മേഖലാ ട്രഷറർ V മണികണ്ഠൻ, M മജീദ്, സ്റ്റാലി K സാമുവൽ, MR സജി, TB മൊയ്തീൻകുട്ടി, M അരുൺകുമാർ, PM റഷീദ്, S സുബിൻ, CP ഷനോജ്, മനോജ് തൈക്കാട്ട്, സിജി ഗോവിന്ദ്, KB അബു താഹിർ, പ്രമോദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ അനീസ അനുവിന്റെ അവൾ സാക്ഷി എന്ന ആദ്യ നോവലിന്റെ പ്രകാശനം വികാസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. പുസ്തക പ്രകാശന ചടങ്ങ് പൂക്കാസ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ CP ചിത്ര ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ K മുരളി സ്വാഗതം പറഞ്ഞു. പൂക്കാസ ജില്ലാ കമ്മിറ്റി അംഗം TP രാജീവ് പുസ്തകം പരിചയപ്പെടുത്തി. ജില്ലാ കമ്മിറ്റി അംഗം DB രഘുനാഥ്, ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി M ലക്ഷ്മണൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SG മുകുന്ദൻ, കൗൺസിലർ ഷൊർണൂർ വിജയൻ, ഹസീന അഷറഫ്, ND ദിൻഷാദ്, SG മണികണ്ഠൻ, വേണു എന്നിവർ സംസാരിച്ചു. നോവലിസ്റ്റ് അനീസ അനു മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ക്രിസ്തുമസ് ന്യൂ ഇയർ വിപണി കീഴടക്കി തൃശൂരിന്റെ സ്വന്തം ജയിൽ കേക്കുകൾ. വിയൂർ സെൻട്രൽ ജയിലിലെ ഫ്രീഡം ഫുഡ് യൂണിറ്റിലാണ് രുചിയിലും ഗുണത്തിലും ഏറെ മുന്നിൽ നിൽക്കുന്ന കേക്കുകളുടെ നിർമ്മാണം. മറ്റ് സെൻട്രൽ ജയിലുകളിൽ ഫുഡ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കേക്ക് നിർമ്മാണം വിയൂർ ജയിലിൽ മാത്രമാണ്. വിപണിയിൽ ലഭിക്കുന്ന കേക്കുകളിൽ ഭൂരിഭാഗവും എസൻസുകളും പ്രിസർവേറ്റീവുകളും ചേർത്ത് നിർമ്മിക്കുമ്പോൾ വിയൂരിലേത് യഥാർത്ഥ പഴങ്ങൾ ചേർത്തും പ്രിസർവേറ്റീവുകളും ആൽക്കഹോളും ചേർക്കാതെയുമാണ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേക്കുകൾക്ക് 3 ദിവസം മാത്രമാണ് കാലാവധി. 3 ദിവസം മാത്രമെങ്കിലും രുചിയിലും ഗുണത്തിലും ഏറെ മുന്നിലാണ് ഈ കേക്കുകൾ. ബനാന, ഗ്രേപ്പ്, ക്യാരറ്റ് എന്നീ 3 ഫ്രൂട്ട് കേക്കുകൾ ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ പ്രമാണിച്ചും പ്ലം കേക്കുകൾ സ്ഥിരമായും ഇവിടെ നിർമ്മിക്കുന്നുണ്ട്.
ജയിലിനു മുന്നിലെ ഫ്രീഡം ഫുഡ് ഷോപ്പിലൂടെയാണ് വിൽപ്പന. സീസണിൽ പ്രതിദിനം 1,00,000 രൂപയുടെ കേക്കുകൾ വിൽപ്പന നടത്താറുണ്ട്. കൂടാതെ തൃശൂർ കോർപ്പറേഷന് മുന്നിലെത്തുന്ന ജയിൽ വകുപ്പിന്റെ ഡെലിവറി വാനിൽ നിന്ന് പൊതുജനങ്ങൾക്ക് കേക്കുകൾ വാങ്ങാം. പ്രത്യേക പരിശീലനം ലഭിച്ച തടവുകാരാണ് കേക്ക് നിർമ്മാണത്തിന് പിന്നിൽ. എല്ലാ കൊല്ലവും നമ്മൾ ക്രിസ്മസിനോടനുബന്ധിച്ച് ഫ്രീഡം ഫുഡ് മേക്കിംഗ് യൂണിറ്റിൽ കേക്കുകൾ, സ്പെഷ്യൽ ഫ്രൂട്ട് കേക്കുകൾ വിൽപ്പന നടത്താറുണ്ട്. ഈ കൊല്ലവും ക്രിസ്മസിനോടനുബന്ധിച്ച് 3 ഫ്ലേവറിലുള്ള ബനാന, ഗ്രേപ്സ്, ക്യാരറ്റ് എന്നീ 3 ഫ്ലേവറിലുള്ള ഫ്രൂട്ട് കേക്കുകളാണ് നമ്മൾ വിപണിയിൽ എത്തിക്കുന്നത്. ഇതിന് 3നും പബ്ലിക്കിൻ്റെ ഇടയിൽ വളരെയധികം സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മറ്റു സ്ഥലങ്ങളിലെ കേക്കുകളെ സംബന്ധിച്ച് എസൻസ് ആണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ യഥാർത്ഥ ഫ്രൂട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നോ ആൽക്കഹോൾ ആണ്, നോ പ്രിസർവേറ്റീവ്സ് ആണ്, ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇത് ജനങ്ങൾക്കിടയിൽ ഇത്രയധികം സ്വീകാര്യത ലഭിക്കാൻ കാരണം. കൂടാതെ ഇത് നമുക്ക് ഏകദേശം ഒരു ദിവസം 50,000 രൂപയോളം സെയിൽ കേക്ക് മാത്രം നമ്മുടെ കൗണ്ടർ വഴി നമ്മൾ വിൽപ്പന നടത്തുന്നുണ്ട്. മറ്റ് ഐറ്റങ്ങൾ ഇതിന് പുറമെ മറ്റ് ഐറ്റങ്ങളും വിൽപ്പന നടത്തുന്നുണ്ട്. 50,000 രൂപയുടെ പ്രൊഡക്റ്റ് വിൽപ്പന കേക്കിൻ്റെ മാത്രം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് എല്ലാ കൊല്ലവും നമ്മൾ ഈ ഫ്രൂട്ട് കേക്കുകൾ ഇറക്കാറുണ്ട്. ഈ കൊല്ലവും അതിൻ്റെ സ്വീകാര്യത വളരെയധികം നമ്മൾ പ്രതീക്ഷിക്കാത്തതിനേക്കാളും അപ്പുറമാണ്. സർക്കാരിന്റെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് ഫ്രീഡം ഫുഡ് യൂണിറ്റിന്റെ പ്രവർത്തനം. ഈ മാസം മാത്രം 3 ടൺ കേക്ക് ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്താനാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 15 വർഷമായി പാമ്പുപിടുത്തം തുടരുന്ന വനം വകുപ്പിന്റെ സ്നേക്ക് റെസ്ക്യൂവർ തൃശൂർ സ്വദേശി ജോജു മുക്കാട്ടുകരയ്ക്ക് കഴിഞ്ഞ ദിവസം പിടികൂടേണ്ടി വന്നത് പടുകൂറ്റൻ മൂർഖനെയാണ്. ഇത്രയും വലിപ്പമുള്ള ഒരു മൂർഖനെ ഇതുവരെയും താൻ കണ്ടിട്ടില്ലെന്നാണ് ജോജു പറയുന്നത്. തൃശൂർ അഞ്ചേരിയിലെ ഒരു വീട്ടിലാണ് അസാധാരണ വലിപ്പമുള്ള മൂർഖനെ കണ്ടത്. 2.5 വർഷമായി വീട്ടുകാരെ ഭീതിപ്പെടുത്തി വിലസുകയായിരുന്ന പാമ്പിനെ ഏറെ സാഹസികമായാണ് ജോജു പിടികൂടിയത്. വീടിന് പിറകിലെ ആളനക്കമില്ലാതെ കിടന്നിരുന്ന ഷെഡിന്റെ പരിസരത്ത് പൊത്തിലായിരുന്നു പാമ്പിന്റെ വാസം. പാമ്പിന്റെ ഉറയൂരിക്കിടക്കുന്നത് കണ്ട വീട്ടുകാർ ജോജുവിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. കോൺക്രീറ്റ് സ്ലാബിനടിയിലെ അളയിൽ കിടന്ന പാമ്പിനെ കോൺക്രീറ്റ് പൊളിച്ചു നീക്കിയാണ് പിടികൂടിയത്. എൻ്റെ മദറെ, ഒന്ന് പൊങ്ങലില്ല, നല്ല വീറ്റ. നാളിതുവരെയുള്ള അനുഭവത്തിൽ ഇത്രയും നീളവും ഭാരവുമുള്ള മൂർഖനെ താൻ കണ്ടിട്ടില്ലെന്ന് ജോജു സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ ഒന്ന് വെയിറ്റ്, നല്ല വെയിറ്റ് ഉണ്ട്. എന്തായാലും ഇത്രയും വലുപ്പമുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, അത് ഞാൻ പറയാലോ. അപ്പോൾ ഒന്നും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അത്രയും നീളമാണ്, നമുക്ക് ആ ഹുക്ക് വെച്ചിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പോലും പറ്റില്ല. അത്രയും കയ്യിൽ കിടന്ന് കൊത്താനായി കുതിച്ചു ചാടിയ മൂർഖനെ ഏറെ പാടുപെട്ടാണ് സഞ്ചിയിലാക്കിയത്. പിന്നീട് കാട്ടിൽ കൊണ്ടുപോയി വിട്ടയച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മനുഷ്യമനസ്സുകളെ ഭിന്നിപ്പിക്കാത്ത വർഷമാകട്ടെ 2025 എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. പാലക്കാട് മാധ്യമപ്രവർത്തകർക്ക് ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേരാൻ എത്തിയ MLA കേക്ക് വിതരണവും നടത്തി. ക്രിസ്മസ് മാസമാണ്. ഡിസംബർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആഘോഷങ്ങളുടെ ഒരു മാസമാണ്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു, പൊതുവായിട്ട് ആളുകൾക്ക് ഇഷ്ടമുള്ളൊരു മാസമാണ് ഡിസംബർ. പിന്നെ ക്ലൈമറ്റും ഒക്കെ ആണെങ്കിൽ ചെറിയ തണുപ്പ്, പാലക്കാട് പോലും ചെറിയൊരു തണുപ്പുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം ഒരിക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടും മനോഹരമായൊരു മാസമാണ്. സ്കൂളിലെ കുട്ടികളും കോളേജിലെ കുട്ടികളൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവധിയുടെ മാസമാണ്, നമുക്കൊരു അവധിയൊക്കെ കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിലൊരു വൈബുള്ള മാസമാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ സ്നേഹത്തോടുകൂടി ക്രിസ്മസ് ആശംസിക്കുന്നു. ഒരു 6-7 ദിവസങ്ങൾക്കപ്പുറം ഒരു പുതിയ വർഷം വരെയാണ് 2024. ഓരോരുത്തരുടെ എങ്ങനെയാണെന്ന് അറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അടിപൊളി വർഷമാണ് 2024. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനപ്രതിയാകാൻ അവസരം കിട്ടിയ വർഷമാണ്. എൻ്റെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ 2024 ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ജീവിതത്തിൽ ഇരിക്കട്ടെ എന്നുള്ളതാണ് വ്യക്തിപരമായ എൻ്റെ ഒരു ആഗ്രഹം. 2024 വ്യക്തിപരമായി തനിക്ക് മോശമല്ലാത്ത വർഷമായിരുന്നുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പറഞ്ഞു. എന്നാൽ വയനാട് പോലുള്ള ദുരന്തങ്ങൾ ഏറെ വേദനിപ്പിച്ചു.
അത്തരം വേദനകളില്ലാത്ത വർഷമായി 2025 മാറട്ടെയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആശംസിച്ചു. പ്രസ് ക്ലബിലെത്തി മാധ്യമപ്രവർത്തകർക്ക് ആശംസകൾ നേർന്ന MLA കേക്ക് വിതരണവും നടത്തി. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് നോബിൾ ജോസ്, സെക്രട്ടറി ശ്രീനേഷ്, സുരേഷ് വെള്ളിമംഗലം, N രമേഷ്, മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലയാളം കവിതാ ശാഖയെ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാവ്യകല എന്ന പേരിൽ ഭരതനാട്യം ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്ന് നർത്തകി ബിന്ദുലക്ഷ്മി പ്രമോദ്. പാലക്കാട് പ്രസ് ക്ലബിന്റെ മീറ്റ് ദി പ്രസിൽ സംസാരിക്കുകയായിരുന്നു ബിന്ദുലക്ഷ്മി. ചെറുശ്ശേരിയുടെ കവിതയിൽ തുടങ്ങി സുഗതകുമാരിയുടെ നന്ദി എന്ന കവിതയിലാണ് കാവ്യകല അവസാനിക്കുന്നതെന്ന് നർത്തകി ബിന്ദുലക്ഷ്മി പ്രമോദ് പറഞ്ഞു. ചെറുശ്ശേരി, ശ്രീനാരായണ ഗുരു, കുമാരനാശാൻ, ONV, P രാമൻ, NN കക്കാട് തുടങ്ങി മലയാളത്തിലെ 20ഓളം കവികളുടെ കവിതാ ശകലങ്ങളെ താളബോധം ചോരാതെയാണ് ഭരതനാട്യത്തിനായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. 9 പേരടങ്ങുന്ന സംഘമാണ് ഭരതനാട്യം അവതരിപ്പിക്കുന്നത്. മുദ്രയേക്കാൾ അഭിനയ രീതിക്കാണ് പ്രാമുഖ്യം നൽകിയിരിക്കുന്നത്. പുതുതലമുറയ്ക്ക് നൃത്തരൂപങ്ങളോട് താൽപ്പര്യം കുറഞ്ഞു വരുന്നുണ്ട്. വേദിയും പ്രോത്സാഹനവും ലഭിക്കാത്തതും ഇതിന് കാരണമാണെന്നും മീറ്റ് ദ പ്രസിൽ ബിന്ദുലക്ഷ്മി പ്രമോദ് പറഞ്ഞു. കവിതകളെടുത്ത് കൊറിയോഗ്രാഫി ചെയ്താണ് ചെയ്യുന്നത്. നമ്മുടെ പുതുതലമുറയ്ക്ക് നമ്മുടെ കവിതകളെയും കുറച്ച് എന്താണ് അറിയാൻ വേണ്ടിയിട്ട് ആണ് ഇത്തരം ഒരു കാവ്യകല എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ചെറുശ്ശേരിയിൽ തുടങ്ങിയിട്ട് നമ്മുടെ സുഗതകുമാരി ടീച്ചറിനെ നന്ദി എന്ന കവിതയിൽ അവസാനിക്കുന്നതാണ് ഈ ഒരു കലാചാരം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള സംസ്ഥാന ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെയും കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം 2024ന്റെ ഭാഗമായി മാത്തൂർ ഗ്രാമപഞ്ചായത്ത് പൊള്ളപ്പാടം നഗറിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. മാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. കുഴൽമന്നം ബ്ലോക്ക് പട്ടികജാതി ഓഫീസർ K സുന്ദരൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഉദയപ്രകാശ്, ശശികല, നദീറ ഇസ്മയിൽ എന്നിവർ സംസാരിച്ചു. ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MM ഭവ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ A ഷാബു സ്വാഗതവും ഫാർമസിസ്റ്റ് സജിതാകുമാരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മകളുടെ വിവാഹത്തോടൊപ്പം 2 യുവതികൾക്ക് കൂടി ദാമ്പത്യ ജീവിതം ഒരുക്കി മാതൃകയാവുകയാണ് ചെറുതുരുത്തി സ്വദേശി നസീർ ഖാൻ. തന്റെ കഴിവിനനുസരിച്ച് ഇനിയും താൻ ദാനം ചെയ്യാൻ ഒരുക്കമാണെന്നും ഇത് ഒരു പബ്ലിസിറ്റിയുടെ ഭാഗമല്ലെന്നും നസീർ ഖാൻ പറഞ്ഞു. താൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും അയൽക്കാർക്ക് ഭക്ഷണം നൽകി അവരുടെ ഏതു വിഷമത്തിലും പങ്കെടുത്ത് അവരെ സഹായിക്കുക എന്ന ഖുർആൻ വചനത്തെ അക്ഷരാർത്ഥത്തിൽ അംഗീകരിച്ചുകൊണ്ടാണ് ചെറുതുരുത്തി പണിക്കശ്ശേരിക്കടവിൽ നസീർ ഖാനും ഭാര്യ റസീനയും. നസീർ ഖാന്റെയും റസീനയുടെയും മകളായ നസറിൻ്റെയും നബിലിൻ്റെയും വിവാഹ ദിവസത്തിൽ തന്നെ അതേ വേദിയിൽ വെച്ച് ചെറുതുരുത്തി നിവാസികളായ സുചിത്രയുടെയും പ്രവീണിൻ്റെയും താലികെട്ടും പുതുശ്ശേരി സ്വദേശി ജന്നത്തുൽ ഫിർദോസിൻ്റെയും മുഹമ്മദ് ഷഫീറിൻ്റെയും നിക്കാഹും നടന്നത്. തങ്ങളുടെ മകളുടെ വിവാഹകാര്യം വന്നപ്പോൾ തന്നെ എടുത്തതായിരുന്നു തീരുമാനം. വിവാഹ ചിലവ് പരമാവധി കുറച്ച് വിവാഹം കഴിക്കാൻ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുക എന്ന തീരുമാനത്തിലാണ് മറ്റ് 2 യുവതികൾക്ക് കൂടി മംഗല്യ സൗഭാഗ്യത്തിന് സഹായമായത്. എൻ്റെ മകൾക്ക് കൊടുക്കണമെന്ന് കുറച്ചു, പിന്നെ അതിൻ്റെ കൂടെ 2 കുട്ടികൾക്ക് 2 ജീവിതം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സപ്പോർട്ടായിട്ട് എൻ്റെ ഫാമിലീൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ വൈഫ്, മക്കൾ, എൻ്റെ ബ്രദർ, പിന്നെ അളിയൻ, പെങ്ങന്മാർ, പിന്നെ മെയിനായിട്ടുള്ളത് എൻ്റെ കൂട്ടുകാർ എന്തിനും ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നു. നമ്മൾ കൊടുക്കാമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല, ഇതിന് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും വേണമല്ലോ. അതിന് എൻ്റെ ഇടവ് ഫലമായിട്ട് എൻ്റെ കൂട്ടുകാരും എൻ്റെ കുടുംബക്കാരും എല്ലാവരും ഉള്ളതുകൊണ്ട് ഇതിന് നസീർ ഖാന്റെ കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയും ലഭിച്ചു. നിരവധി രാഷ്ട്രീയ പ്രമുഖരും മറ്റ് സന്നദ്ധ പ്രവർത്തകരും ചടങ്ങിന് സാക്ഷികളായി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പരുത്തിപ്ര ഗവൺമെന്റ് UP സ്കൂളിൽ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ദ്വിദിന സഹവാസ ക്യാമ്പ് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ ഷൊർണൂർ വിജയൻ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് രഞ്ജിത്ത്, MPTA പ്രസിഡന്റ് അമ്പിളി, അധ്യാപകരായ ഉഷ, ഡോളി, ത്രേസ്യാമ, ഷെരീഫ് എന്നിവർ സംസാരിച്ചു. നെല്ലിമരച്ചോട്ടിൽ എന്ന പേരിൽ നടത്തിയ ക്യാമ്പിൽ അഭിനയ കളരി, കുടനിർമ്മാണ ശില്പശാല, പഠന ക്ലാസ്, പഠനയാത്ര എന്നിവയുണ്ടായി. തോളന്നൂർ പൂതമണ്ണിൽ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ശിവൻ വെളിച്ചപ്പാടിന്റെ നേതൃത്വത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള ഭഗവതി പാട്ടുത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. നിരവധി ഭക്തർ പങ്കെടുത്തു. വിശേഷാൽ പൂജകളും ദീപാരാധന, പാണ്ഡിമേളം തുടങ്ങിയ വിവിധ പരിപാടികളോടെയാണ് പാട്ടുത്സവം സമാപിച്ചത്. ഉച്ചയ്ക്കും രാത്രിയിലും അന്നദാനവും ഉണ്ടായിരുന്നു.
പഴയലക്കിടി PNFC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിന് ഞായറാഴ്ച തുടക്കമായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഫുട്ബോൾ പ്രേമികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും അതേമാതിരി കലാമത്സരങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ കേരളോത്സവം തന്നെ വളരെയധികം നല്ല നിലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് തലത്തിലുള്ള മത്സരങ്ങൾ കഴിഞ്ഞു, ഇപ്പോൾ ബ്ലോക്ക് തലത്തിലുള്ള മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള കുട്ടികളെ, സുഹൃത്തുക്കളെ, നമ്മൾ ലഹരി എന്നൊരു വലിയൊരു വിപത്ത് നമ്മളെ മുന്നിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ചടങ്ങിൽ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ A ഗ്രേഡ് നേടിയ അമീറ മർവ, ലിബറമിൻ എന്നിവരെയും MA ഹിന്ദിയിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയ ആഫിഫ K എന്നിവരെയും അനുമോദിച്ചു. ചടങ്ങിന് ക്ലബ്ബ് രക്ഷാധികാരി രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ക്ലബ്ബ് സെക്രട്ടറി സൈഫുദ്ദീൻ V അധ്യക്ഷത വഹിച്ചു. വിമല UP, ഷിബു P, സുരേഷ് K, ഷമീർ V, ഫൈസൽ PK എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ പാലക്കാട് പ്രൈം കേരള NFC നെല്ലിക്കുറിശ്ശിയെ 3-1 എന്ന ഗോളിന് പരാജയപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്തെ പരമോന്നത നിയമനീതി സംവിധാനങ്ങൾ വരെ കാവ്യവൽക്കരിക്കപ്പെടുകയാണെന്ന CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ കാവ്യവൽക്കരണത്തിന്റെ ഇരകൾ. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ശ്രമം ആസൂത്രിതമെന്നും ഇത് CPMന് നേരെയുള്ള ആക്രമണത്തിന്റെ ഭാഗമാണെന്നും AK ബാലൻ. CPM പാലക്കാട് ഏരിയ സമ്മേളനം തുടങ്ങി. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങൾ തൊഴിൽ സാധ്യതയ്ക്ക് പ്രാധാന്യം നൽകിയെന്ന് മന്ത്രി ഡോക്ടർ R ബിന്ദു. സർക്കാർ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായകരമാകുന്ന വിദ്യാഭ്യാസ രീതി. വിളയൂർ എടപ്പലം AMLP സ്കൂളിലെ 1 കോടി രൂപയുടെ പുതിയ കെട്ടിടം മന്ത്രി നാടിന് സമർപ്പിച്ചു. സാമൂഹ്യ വളർച്ചയുടെ മാനദണ്ഡം നിശ്ചയിക്കപ്പെടേണ്ടത് വിദ്യാഭ്യാസത്തിന്റെയും സംസ്കാരത്തിന്റെയും വ്യാപനത്തെ അടിസ്ഥാനമാക്കിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. പുതിയ കെട്ടിടങ്ങൾ ഉണ്ടായാൽ മാത്രം പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടില്ല. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പരിഹരിക്കപ്പെടേണ്ട നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. കേരള പ്രൈവറ്റ് സ്കൂൾ ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘമായി. നടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ മുകേഷ് MLAക്കെതിരെ വടക്കാഞ്ചേരി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കുറ്റപത്രം സമർപ്പിച്ചത് വടക്കാഞ്ചേരി കോടതിയിൽ. MLA കുറ്റക്കാരനെന്ന് കണ്ടെത്തൽ. തൃശൂർ പൂരം കലക്കൽ കേസുമായി ബന്ധപ്പെട്ട ADGPയുടെ റിപ്പോർട്ടിനെതിരെ തിരുവമ്പാടി ദേവസ്വം. റിപ്പോർട്ടിൽ സ്വന്തം വീഴ്ച മറയ്ക്കാൻ ശ്രമം. അജിത് കുമാറിന്റെ റിപ്പോർട്ട് കേരള പോലീസിന് നാണക്കേട്. കേസ് CBIക്ക് വിടണമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചിട്ടും ലഭിക്കാതിരുന്ന റിപ്പോർട്ട് ത്രിതല അന്വേഷണം നടക്കുന്നതിനിടെ പുറത്തുവന്നതിൽ ദുരൂഹതയെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ. റിപ്പോർട്ട് പുറത്തുവിട്ടത് ചിലരെ സംരക്ഷിക്കാനെന്ന് സംശയിക്കുന്നതായും സുനിൽകുമാർ. വടക്കാഞ്ചേരിയിൽ അമിത വേഗതയിലെത്തുന്ന സ്വകാര്യ ബസ്സുകൾ കാൽനടയാത്രക്കാരെ ഇടിച്ചു തെറിപ്പിക്കുന്നത് നിത്യസംഭവമാകുന്നു. ഓട്ടുപാറ സ്റ്റാൻഡിന് സമീപം സ്വകാര്യ ബസ് ഇടിച്ച് വയോധികൻ മരിച്ചു. ഇതേ ഭാഗത്ത് സ്വകാര്യ ബസ്സുകൾ അപകടം സൃഷ്ടിക്കുന്നത് ഏതാനും ദിവസത്തിനിടെ ഇത് 3ാം തവണ. ചിറ്റൂർ തത്തമംഗലത്ത് വിദ്യാലയത്തിൽ ഒരുക്കിയ പുൽക്കൂട് തകർത്ത നിലയിൽ. സ്കൂൾ അധികൃതരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മലമ്പുഴയിൽ വിനോദസഞ്ചാരത്തിന് തിരിച്ചടിയായി പാതയിലെ കലുങ്ക് നിർമ്മാണം. ക്രിസ്തുമസ് പുതുവത്സര അവധി ആരംഭിച്ചതോടെ പാലക്കാട് മലമ്പുഴ റൂട്ടിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. ജനുവരിയിൽ ആരംഭിക്കുന്ന പുഷ്പമേളയ്ക്കും റോഡിന്റെ പരിതാപാവസ്ഥ തിരിച്ചടിയാകും. റോഡ് നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കാൻ അധികാരികൾ ഇടപെടണമെന്ന് മലമ്പുഴ സ്റ്റേഷൻ അധികൃതർ. കരുതലും കൈത്താങ്ങും ഒറ്റപ്പാലം താലൂക്ക് പരാതി പരിഹാര അദാലത്ത് ലക്കിടിയിൽ. അദാലത്ത് നടത്തിയത് മന്ത്രിമാരായ MB രാജേഷ്, K കൃഷ്ണൻകുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ. നിരവധി പരാതികൾ അദാലത്തിൽ തീർപ്പാക്കി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.